എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ വരുന്നതിന് മുമ്പ് കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു പലഹാരം ധാരാളം ഉണ്ടാക്കാറുണ്ട്. കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളതല്ല കേട്ടോ. അതിന് ഞങ്ങൾ മോദകം എന്നാണ് പറയുക, അല്ലെങ്കിൽ മധുര കൊഴുക്കട്ട. ഇവിടെ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊഴുക്കട്ട ആയാലോ എന്നൊരു തോന്നൽ. അപ്പോൾ പിന്നെ ശങ്കിച്ചില്ല, രാത്രി തന്നെ ഒരു കപ്പ് പാലക്കാടൻ മട്ടേരി നല്ലോണം കഴുകി കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചു. കാലത്തായപ്പോഴേക്കും അരി നല്ലോണം കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നമുക്ക് തരിയായിട്ട് അരച്ചെടുക്കണം. ഈ അരയ്ക്കുന്നതിന് മുമ്പ് മിക്സിയിലേക്ക് നമുക്ക് ഈ അരിയുടെ കൂടെ ഒരു 1.5 കപ്പ് നാളികേരവും 1 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്തത്, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ചേർത്താൽ മതി കേട്ടോ. ഒന്നിച്ചങ്ങോട്ട് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ചേർത്ത് തരിയായിട്ട് അരച്ചെടുക്കുക. നമ്മൾ കുതിരാനിട്ട വെള്ളം തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 2 ചുവന്ന മുളകും 2 തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. പിന്നെ എന്നെ അറിയണവർക്കൊക്കെ അറിയാട്ടോ, ഞാൻ 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും എന്നല്ല കേട്ടോ ഉപയോഗിക്കുക. ഞാൻ കുറച്ച് കൂടുതലൊക്കെ ഉപയോഗിക്കുക. എനിക്ക് കടുക് വറുത്തിടുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ലോണം കടുക് വറുത്തിടും. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ച അരിയുടെ കൂട്ട് ചേർത്തിട്ട് ഇളക്കുക. എന്തിനാന്നല്ലേ, അധികമുള്ള വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കുക. ചൂടാറി കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊഴുക്കട്ട റെഡിയായി കേട്ടോ. കൊഴുക്കട്ട നമുക്ക് ഇതുപോലെ ആവിയിൽ വെച്ച് ഉണ്ടാക്കുന്ന കൂടാണ്ട് വെള്ളത്തിലിട്ടിട്ടും ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 പിടി നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പ് ഉരുട്ടി വെച്ച ആ ഉരുളകൾ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇട്ട് വേവിക്കുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വെള്ളം നമുക്ക് കൂട്ടി കഴിക്കാനും ഉപയോഗിക്കാം, കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് മട്ട അരി കൊണ്ട് ഉണ്ടാക്കിയതായത് കാരണം കുറച്ച് കലങ്ങിയിട്ടുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റാണ് ആ വെള്ളത്തിന് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറുകി വരികയും ചെയ്യും. പിന്നെ പച്ചരി കൊണ്ടും ഉണക്കലരി കൊണ്ടും നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ പലരും അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്, എങ്കിലും മട്ട അരി കൊണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കൂ.